ആവശ്യാനുസരണം പഠിക്കാനുള്ള പ്രൈമറി സ്കൂൾ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആശുപത്രി സംവിധാനം പോരായ്മകളുണ്ടെങ്കിലും ആശുപത്രി സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വികസനം നമുക്ക് നേടുവാൻ കേരള സംസ്ഥാനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷനടക്കം അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ധാരാളം സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പരമ്പരാഗതമായി, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായതൊന്നുമല്ല, പരമ്പരാഗതമായി 10-30 വർഷം 40 വർഷമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ അടിസ്ഥാന മേഖലയിൽ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസം, ഒറീസ അല്ലെങ്കിൽ ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങളിലുള്ള സംവിധാനമല്ല വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുള്ളത്. അവിടുത്തെ യൂണിവേഴ്സിറ്റി മേഖലയിലൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ അടിസ്ഥാന ഇപ്പോൾ പ്രൈമറി സ്കൂൾസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് ആവശ്യാനുസരണം പഠിക്കാനുള്ള പ്രൈമറി സ്കൂൾ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആശുപത്രി സംവിധാനം പോരായ്മകളുണ്ടെങ്കിലും ആശുപത്രി സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വികസനം നമുക്ക് നേടുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം തന്നെ കേരളത്തിൻ്റെ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൊത്തം കണക്കെടുക്കുമ്പോൾ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ മെച്ചങ്ങളുണ്ടെങ്കിലും കുറേ പ്രശ്നങ്ങൾ ഈ ധനകാര്യ മേഖലയിലുണ്ട്. അതിനെ നമുക്ക് നേരിടേണ്ട ആവശ്യമുണ്ട്. ധനകാര്യ മാനേജ്മെൻറ്റിൽ കുറച്ചുകൂടി കാര്യക്ഷമത വേണം. പക്ഷേ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ഈ കടം കൊണ്ട്, പൊതുക്കടം കൊണ്ട് നമ്മുടെ സമ്പദ്ഘടന അങ്ങനെ പൊറുതുമുട്ടി തകർച്ചയിലേക്ക് നിൽക്കുന്നു എന്നുള്ള ഒരു വാദം ഉണ്ട്. ആ വാദത്തിനോട് അങ്ങ് പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം പൊതുക്കടത്തിൻ്റെ സ്വഭാവം സാധാരണ ഈ ധാരണകളെക്കാളേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് പൊതുക്കടം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കടം പോലെയല്ല പൊതുക്കടം. പൊതുക്കടം മിക്കവാറും സംസ്ഥാനങ്ങൾക്കും അതേപോലെ ഇന്ത്യ മഹാരാജ്യത്തിനും സമ്പദ്ഘടന വളരുന്നതനുസരിച്ച് പൊതുക്കടത്തിൻ്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൊതുക്കടം വർദ്ധിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഏത് തലം വരെ ആവാം, അല്ലെങ്കിൽ ഏത് തോത് വരെ ആവാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ചകളുടെ ആവശ്യമുണ്ട്. അതെ, അതുകൊണ്ടാണ് പൊതുക്കടത്തിൻ്റെ ചർച്ച നമ്മൾ ചെയ്യുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മുന്നിലായിട്ടിനി 2027-28 ആകുമ്പോഴത്തേക്കും വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യം, നമ്മൾ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നു. ചെറിയ ഒരു അച്ചീവ്മെൻ്റ് അല്ല, വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ ആ നേട്ടം കൈവരിക്കുമ്പോൾ നമ്മുടെ മുന്നേ നിൽക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ്, അമേരിക്കയാണ്. രണ്ടാമത്തെ സ്ഥാനം ചൈനയ്ക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുക്കടം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പൊതുക്കടവും സംസ്ഥാനങ്ങളുടെ പൊതുക്കടങ്ങളും ഒക്കെ കൂട്ടിയാൽ നമ്മുടെ ഡെറ്റ് ടു GDP, ആഭ്യന്തര ഉൽപ്പാദനത്തിനോട് ആനുപാതികമായിട്ട് നമ്മുടെ പൊതുക്കടത്തിൻ്റെ തോത് ഇന്ത്യയുടെ 97%, ലെസ് ദാൻ 100% താഴെയാണ്. നമ്മുടെ മുമ്പേ നിൽക്കുന്ന 2 രാജ്യങ്ങൾക്കും, ഒന്നാമത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതിന് 218% പൊതുക്കടം ടു GDP ഓഫ് US. അതേ റേഷ്യോ നമ്മൾ ചൈനയുടെ എടുത്ത് കണക്കാക്കി കഴിഞ്ഞാൽ 297 അല്ലെങ്കിൽ 300%. ഒരു വാദം കേൾക്കപ്പെടുന്നത് ഈ പൊതുക്കടത്തിൻ്റെ തോത് വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ടാണ് ഈ രാജ്യങ്ങൾക്ക് വളർച്ചയും കൈവരിക്കുവാൻ സാധിച്ചത്. വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു പൊതുക്കടത്തിൻ്റെ കാഴ്ചപ്പാട് പിന്തുടർന്നിരുന്നെങ്കിൽ ഇവർക്ക്, ഈ രാജ്യങ്ങൾക്ക് ഈ വികസനം കൈവരിക്കാൻ പറ്റാതെ പോകുമായിരുന്നു.
അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യം ഇതിനിടയിൽ ചോദിക്കാനുള്ളത്, അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ കടം എടുക്കുന്നത് നല്ലതാണ്, കടം എടുക്കുന്നത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള ഇതാണ്. അപ്പം ചൈനയുടേത് 3 മടങ്ങാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ ഇന്ത്യ കൂടുതൽ കടമെടുക്കണം, അല്ലെ കേരളം കൂടുതൽ കടമെടുക്കണം, അത് നമ്മുടെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തേകും എന്നങ്ങ് കരുതുന്നു. അല്ല, അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അതല്ല. ഈ കടത്തിനെക്കുറിച്ച് കൂടുതൽ യാഥാസ്ഥിതികമായിട്ട് ചിന്തിച്ചുകൊണ്ട് പൊതുക്കടത്തിനെക്കുറിച്ച് നമ്മൾ ആശങ്കാകുലരായി പൊതുക്കടത്തിനെ വ്യക്തിയുടെ കടവുമായിട്ട് സമാനമായ രീതിയിൽ തുലനം ചെയ്ത് കാഴ്ചപ്പാടോടുകൂടി മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ വളർച്ചാ നിരക്ക് രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും, കേരളത്തിനെക്കുറിച്ച് പ്രത്യേകിച്ചല്ല ഞാൻ പറയുന്നത്, ഈ പൊതുക്കടത്തിനെക്കുറിച്ചുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ അത് വളർച്ചാ നിരക്കിനെ ബാധിക്കും എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതിന് സപ്പോർട്ടീവായിട്ടാണ് ഞാൻ പറഞ്ഞത്, വളർച്ചാ നിരക്ക്, നല്ല വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള നമ്മളെക്കാളും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പൊതുക്കടം ടു GDP റേഷ്യോ നമ്മുടെ 2 മടങ്ങും 3 മടങ്ങുമാണ്. 1. 2, കേന്ദ്രത്തിൻ്റെ കാര്യം എടുത്താൽ പോലും കേന്ദ്രത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത്, നമ്മുടെ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകടം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കടം 175 ലക്ഷം കോടിയാണ്. അത് ഈ സംസ്ഥാനങ്ങളുടെ കടത്തിൻ്റെ ആകത്തുകയല്ല. 175 ലക്ഷം കോടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പൊതുകടമാണ്. ആ കടത്തിൻ്റെ തോത് ഏകദേശം GDPയുടെ 57-60% വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഈ പൊതുകടം അവിടെ 175 ലക്ഷത്തിൽ നിൽക്കുന്നു. ഇനി ധനക്കമ്മിയുടെ തോത് നോക്കൂ. കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി എന്ന് പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ 5.8%. അതായത് 2024 മാർച്ച് അവസാനം നമ്മുടെ അനുമാനം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുകടമല്ല, ധനക്കമ്മി 5.8%. ഇൻ്ററിം ബഡ്ജറ്റിൽ പറഞ്ഞത് അടുത്ത വർഷത്തെ മാർച്ച് 25 ആകുമ്പോഴത്തേക്കും ഇത് 5.1% ആയിട്ട് മാറും, കുറയും. അപ്പോൾ എന്തായാലും 5% കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ആ ബഡ്ജറ്റിൽ, ഈ കഴിഞ്ഞ ഇൻ്ററിം ബഡ്ജറ്റിലും അതിൻ്റെ മുമ്പിലത്തെ ബഡ്ജറ്റിലും വളരെ വലിയ തുക അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നമുക്ക് നീക്കിവെക്കുവാൻ സാധിച്ചത്. നമ്മൾ ഈ 3% കണക്ക് വെച്ച് ബഡ്ജറ്റിൻ്റെ സൈസ് ചെറുതാക്കി ഇരുന്നെങ്കിൽ ഇപ്രാവശ്യം നീക്കിയിരുത്തിയിട്ടുള്ള 11,11,111 കോടി അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പാണ്. വലിയ തുകയാണ്. അത്രയും തുക നീക്കിയിരിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ നീക്കിയിരിപ്പ് 10 ലക്ഷം കോടിയായിരുന്നു. അതിൻ്റെ മുമ്പിലത്തെ വർഷം 7.5 ലക്ഷം കോടിയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ കടത്തിനെക്കുറിച്ചുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ ബഡ്ജറ്റ് മേക്കിങ്ങും ധനക്കമ്മിയും ഒക്കെ പിടിച്ചു നിർത്താനായിട്ട് നാം ശ്രമിച്ചിരുന്നെങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിലവും മറ്റുള്ള മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരുപക്ഷെ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി അയഞ്ഞ രീതിയിലുള്ള ഫ്ലെക്സിബിൾ അപ്രോച്ചാണ് ഞാൻ അഭികാമ്യം എന്ന് കണക്കാക്കുന്നത്. അതിനോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പൊതുകടത്തിനെക്കുറിച്ചുള്ള ധാരണ ഞാൻ പറഞ്ഞു, ഈ വ്യക്തികളുടെ കടം പോലെയല്ല, ഇത് മിക്കവാറും റോൾ ഓവർ ചെയ്തു പോകുന്നു. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത് റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം ഈ വർഷം എക്സ് എമൗണ്ടാണെന്ന് വയ്ക്കാം. ആഭ്യന്തര ഉൽപ്പാദനം ഒരു തുകയായിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും. മറ്റേ രാജ്യത്തിൻ്റെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നു. അത് എക്സ് എമൗണ്ട് ആണെങ്കിൽ ധനക്കമ്മി ഈ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% അല്ലെങ്കിൽ 3.5%. ആഭ്യന്തര ഉൽപ്പാദനം എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കടത്തിൻ്റെ തോതും കൂടിക്കൊണ്ടേയിരിക്കും. absolute figures of debt will always keep on increasing. അതുകൊണ്ടാണ് ഈ റോൾ ഓവറാണ് ശരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഒരു നേട്ടം, അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നത്, ഇന്ത്യയുടെ പൊതുകടത്തിൻ്റെ 95% എമൗണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി തന്നെയാണ്, ഡൊമസ്റ്റിക് കറൻസി തന്നെയാണ്. 5% ഫോറിൻ കറൻസിയിലുള്ളൂ. റിസ്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ഡെറ്റിലാണ് വരുന്നത്.
പ്രശ്നം വരുന്നത്. അവിടെയാണ് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പ്രശ്നം, പാകിസ്ഥാന് പ്രശ്നം, അർജൻറ്റീനയ്ക്ക് പ്രശ്നം, നേരത്തെ ഗ്രീസ്, പോർച്ചുഗൽ പോലത്തെ രാജ്യങ്ങൾക്ക് പ്രശ്നം എല്ലാം. കാരണം വിദേശ കടമാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഫുൾ കൺട്രോളിലല്ലാതെ, രണ്ട് വിദേശ വിനിമയ റേറ്റ് മാറുന്നതിനനുസരിച്ച് കടത്തിൻ്റെ തോതിൽ കണ്ടമാനം വ്യതിയാനങ്ങൾ വരാം. നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന സ്ഥിതിയിലല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് കടം പോകാം. അപ്പോൾ ഈ കാരണങ്ങളാണ് ഞാൻ പൊതുക്കടത്തിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും പൊതുക്കടത്തിനെക്കുറിച്ച് നമുക്ക് വ്യക്തികളുടെ കടത്തിനെക്കുറിച്ച് പോലെയുള്ള ഒരു അപ്രോച്ചല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്താണ്, കടം മേടിച്ച് കണ്ടമാനം ഇഷ്ടം പോലെ ചിലവാക്കാം എന്നോ അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ ഇല്ലാതെ കടം മേടിച്ച് മുന്നേറാം എന്നോ അല്ല ഞാൻ വിവക്ഷിക്കുന്നത്. പക്ഷേ ഈ 3% അത് ഞാൻ പറയാം, ഈ നമ്മുടെ FRBM ആക്റ്റിൽ പറയുന്നതാണല്ലോ ഈ 3% എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കി 2003 ആലോചിക്കേണ്ടത്. 2003 പാസ്സാക്കിയ 3% എന്നുള്ളത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടേ ഇല്ല. 2003 പാസ്സാക്കിയപ്പോൾ പറഞ്ഞത് 2008 ആകുമ്പോഴത്തേക്കും രാജ്യത്തിൻ്റെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% 8ലാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു നമ്മൾ 2012 ഈ മൈൽ സ്റ്റോൺ മാറ്റുന്നു. 2012 ആകുമ്പോഴത്തേക്കും എത്താൻ സാധിച്ചില്ല. 15 18 21 ഇപ്പോഴും നമുക്കത് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഒരു ദോഷവും അതുകൊണ്ടുണ്ടായിട്ടില്ല. മറിച്ച് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ 3.5% നിർത്താത്തത് കൊണ്ട് 5%, 5.8% ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് കൂടുതൽ ചിലവാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കേരളത്തിൻ്റെ മാത്രം കണക്കല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്മി അല്ലെങ്കിൽ സംഖ്യയാവും. അതല്ല, ഇത് കടത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു വീക്ഷണം. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം.